മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ ആട്ടും തുപ്പുമൊക്കെ ഏറ്റുകഴിയുന്ന ഒരു അമ്മയോ അച്ഛനോ ആണോ നിങ്ങൾ? എന്നാൽ ഇനി നിങ്ങളുടെ തലവര തെളിയാൻ പോകുന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവർക്ക് ഇനി നിയമത്തിന്റെ പിടിവീഴും. മക്കളുടെയോ പിന്തുടർച്ചാവകാശിയുടെയോ പീഡനത്തിന് ഇരയായാൽ മുതിർന്ന പൗരന്മാർക്ക് അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശം നൽകുന്ന നിയമ ഭേദഗതിക്കാണ് സർക്കാർ സമിതിയുടെ ശുപാർശ. വയോജന സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് പ്രത്യേക പോലീസ് സെൽ വരുന്നു. ഓരോ സ്റ്റേഷനിലും പ്രത്യേക പോലീസുകാരനെ ചുമതലപ്പെടുത്തും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ സീനിയർ സിറ്റിസൺ കമ്മിറ്റി രൂപവൽക്കരിക്കാനും 2009 കേരള മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് റൂൾസ് ഭേദഗതിക്കായി സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ ചെയ്തിരിക്കുകയാണ്. പരിപാലിക്കാതിരിക്കുകയോ പീഡിപ്പിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്ന മക്കളെയും പിന്തുടർച്ചാവകാശിയും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ മുതിർന്ന പൗരന്മാർക്ക് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകാം. ഈ അപേക്ഷ 15 ദിവസത്തിനകം ജില്ലാ മജിസ്ട്രേറ്റ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൈമാറണം. അദ്ദേഹം 21 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. പരാതി ന്യായമെന്ന് കണ്ടാൽ ജില്ലാ മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും. അത് ലഭിച്ച് 30 ദിവസത്തിനകം വീട്ടിൽ നിന്ന് മാറിയില്ല എങ്കിൽ മജിസ്ട്രേറ്റിന് പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കാം. മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള ഹർജി പരിഗണിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കായിരിക്കും. വയോജന സുരക്ഷ ഉറപ്പാക്കാൻ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാനും ശുപാർശയുണ്ട്. 2 പേർ സ്ത്രീകളടക്കം 5 സാമൂഹിക പ്രവർത്തകരും അതിലുണ്ടാവണം. ഈ അംഗങ്ങളെ കളക്ടർ നിർദ്ദേശിക്കും. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറായി നിശ്ചയിക്കാനും വയോജന കൌൺസിൽ കൺവീനർ അമരവിള രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സമിതി നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു. എന്താണ് വിജയകരമായ വാർദ്ധക്യത്തെ ഏറെ സ്വാധീനിക്കുന്നത്? സന്തോഷമെന്നാകും പലരുടെയും ഉത്തരം. എങ്കിൽ സന്തോഷത്തിന്റെ മാനദണ്ഡം എന്താണ്? വരുമാനം, സാമൂഹികമായ പിന്തുണ, ആശയ സ്വാതന്ത്ര്യം, അങ്ങനെ ഓരോ വ്യക്തിക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കാം. സന്തോഷം എന്ന സൂചകം തന്നെ ആഗോളതലത്തിൽ വികസന പ്രക്രിയയുടെ ഒരു മാനദണ്ഡമായി കണക്കാക്കുന്നതുകൊണ്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് പോലെയുള്ളവയ്ക്ക് രാജ്യങ്ങൾ ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്. അത്തരത്തിൽ തന്നെ ഏജിംഗ് എന്ന പ്രക്രിയയുടെ ഭാഗമായി സക്സസ്ഫുൾ ഏജിംഗ് അഥവാ വിജയകരമായ വാർദ്ധക്യത്തെ സ്വാധീനിക്കുന്നതും പല രാജ്യങ്ങളിലും പല ഘടകങ്ങളായിരിക്കാം. ജോൺ വാലസ് റോവിന്റെയും റോബർട്ട് എൽക്കാനിന്റെയും സക്സസ്ഫുൾ ഏജിംഗ് എന്ന പുസ്തകത്തിൽ വിജയകരമായ വാർദ്ധക്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവയാണ്: അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുക, മികച്ച ശാരീരിക ബൗദ്ധിക ക്ഷമത, തുടർച്ചയായി ഉൽപാദനക്ഷമമായി സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. ഏജിംഗ് എന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ സ്വാധീനിക്കുന്നത് 3 ഘടകങ്ങളാണ്. പുരുഷന്മാരെക്കാളും ആയുർദൈർഘ്യം കൂടുതൽ സ്ത്രീകൾക്കാണ്. ഇത് വിധവകളെ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ സംരക്ഷണം, ജീവനോപാധി, ദാരിദ്ര്യം, ആശ്രയത്വം എന്നിങ്ങനെയുള്ള ഒട്ടേറെ സാമൂഹിക വെല്ലുവിളികളും ഉയർത്തുന്നു. ഇതിനെ ഫെമിനൈസേഷൻ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളവയാണ്. മികച്ച ഗതാഗത സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത ഇത്തരം ഗ്രാമങ്ങളിലാണ് നഗരപ്രദേശങ്ങളെക്കാൾ ഏറെ രാജ്യത്തെ മുതിർന്ന പൗരന്മാരിൽ കൂടുതലും താമസിക്കുന്നത്. പ്രായമായവരിൽ തന്നെ 80 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയാണ് മറ്റൊന്ന്. 2022-2050 കാലയളവിൽ ആകെ ജനസംഖ്യയിൽ 18% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രായമായവരുടെ മാത്രം 13.4% ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഭൂരിഭാഗവും വൃദ്ധരും ആശ്രിതരുമായ സ്ത്രീകളായിരിക്കുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ സർക്കാർ നയങ്ങളും പദ്ധതികളും രൂപവൽക്കരിക്കുമ്പോൾ ഈ വിഭാഗത്തിന് പ്രത്യേക ഊന്നലും പ്രാധാന്യവും നൽകേണ്ടതുണ്ട്. ഇന്ത്യയിൽ കുറച്ചുകാലം മുൻപ് വരെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം കുടുംബത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല രാജ്യത്തെ അവസ്ഥ. മികച്ച വിദ്യാഭ്യാസവും തൊഴിലും തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കുന്ന യുവാക്കളുടെ എണ്ണം കൂടുകയാണ്. അണുകുടുംബങ്ങളിലേക്ക് പരിവർത്തനപ്പെട്ടവരാണ് മഹാഭൂരിപക്ഷവും. രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കുടുംബങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. വാർദ്ധക്യാവസ്ഥയിലുള്ളവരുടെ ഭൗതികവും ശാരീരികവുമായ ആശ്രയത്വം യുവതലമുറയ്ക്ക് മേൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. യുവാക്കളായ ദമ്പതിമാർക്ക് അവരുടെ മാതാപിതാക്കളെയും ചിലപ്പോൾ മുത്തശ്ശന്മാരെയും ഒക്കെ പരിപാലിക്കേണ്ടി വരും. ഇത് യുവാക്കൾക്ക് മേൽ സൃഷ്ടിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ ആഘാതവും വിലയിരുത്തുന്നു. എന്തായാലും ഇത്തരക്കാരെ, അതായത് വയോജനങ്ങളെ സംരക്ഷിക്കാതെ ആര് തന്നെയായാലും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി അവർക്ക് നല്ല ശക്തമായ പണി കിട്ടും എന്ന് തന്നെയാണ് ഈ പുതിയ നിർദ്ദേശങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.